വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 45-ാമത്തെ വാക്യം. The Gospel according to Saint Luke, chapter 1, verse 45. കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തിയുണ്ടാകും എന്നെ വിശ്വസിച്ചവൾ ഭാഗ്യവതി. Blessed is she who has believed that the Lord would fulfill his promises to her. Is pregnancy a delight or a curse? What a strange question on a Sunday morning. എന്നാൽ ഇന്നത്തെ യുഗത്തെയും നാം ജീവിക്കുന്ന കാലഘട്ടത്തെയും നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. These are days when number of people will say no to marriage. They are afraid and anxious that their partner would divorce them at one point of time. അതുകൊണ്ട് തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ വിവാഹത്തിന് മുമ്പ് ഡിവോഴ്സ് ഉണ്ടായാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന കരാർ ഒപ്പിട്ടതിന് ശേഷമാണ് വിവാഹം കഴിക്കുന്നത്. ചില ആളുകൾ പറയും പാർട്ട്ണർഷിപ്പ് ഈസ് ഓക്കെ, ബട്ട് വി ഡോണ്ട് വാണ്ട് ചിൽഡ്രൻ. Children seems to be a nuisance to some sort of people. Why? ഇന്ന് നാം വായിച്ചതായിട്ടുള്ള 1-ാം പാഠം ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ നിന്നാകുന്നു. അവിടെ ഹന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. എന്തിനു വേണ്ടി? ഒരു കുഞ്ഞിനെ ലഭിക്കുന്നതിന് വേണ്ടി. ദൈവം ഒരു പൈതലിനെ നൽകുന്നതിന് വേണമെന്നോ വേണ്ട എന്നോ പറയാൻ നമുക്ക് അവകാശമുണ്ട്. കർത്താവ് തന്നോട് അരുളിച്ച് നിവൃത്തിയുണ്ടാകും എന്നെ വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്നതാണ് കുറിവാക്യം. 2 സ്ത്രീകൾ ഒരുമിച്ച് ചേരുന്നതായിട്ടുള്ള അവസരത്തിൽ അവരുടെ സംസാരത്തിൻ്റെ ഭാഷയാണ്. നീ കർത്താവിൽ വിശ്വസിക്കുന്നു, അതുകൊണ്ട് നീ ഭാഗ്യവതിയാണ്. വിശ്വാസത്താൽ അല്ലാതെ ആർക്കും കർത്താവിനെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല എന്ന വേദഭാഗവും നാം ഇന്ന് വായിച്ചു കേട്ടു. So what do we believe and what do we hope for? What do we believe? Do we believe that God is all sufficient for our needs? ഇന്ന് രാവിലെ ദീപിക സപ്ലിമെൻ്റിൽ ചിന്താവിഷയമായിട്ട് കൊടുത്തിരുന്ന ഒരു ഭാഗം വളരെ സ്ട്രെയിഞ്ചാണ്. ഒരു പോസ്റ്റ് ഓഫീസാണ് രംഗം. ഒരു സ്ത്രീയെ വളരെ കോപിഷ്ഠയായിട്ട് ആ പോസ്റ്റ് ഓഫീസിലേക്ക് വരികയാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരിൽ ഒരാൾ ചോദിച്ചു, എന്താണ് പ്രശ്നം? എന്താണ് ഞങ്ങൾക്ക് സഹായിക്കാൻ കഴിയുന്നത്? അവൾ പറഞ്ഞു, ഞാൻ ഇന്നലെ ഷോപ്പിങ്ങിന് പോയിരിക്കുകയായിരുന്നു. ആ സ്ത്രീ പറയാണ്, എന്നാൽ ആ സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ ഒരു പോസ്റ്റ്മാൻ വന്നു. എന്നിട്ട് അവിടെ എഴുതിയിട്ടിരിക്കുന്നു, ഈ വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ട് നിങ്ങളുടെ പാഴ്സൽ പോസ്റ്റ് ഓഫീസിൽ വന്ന് വാങ്ങിച്ചോണം. ഒരു ദീർഘശ്വാസമൊക്കെ വിട്ടതിന് ശേഷം ആ സ്ത്രീ തുടർന്ന് പറയുകയാണ്, ഇന്നലെ എൻ്റെ ഭർത്താവ് വീട്ടിലുണ്ടായിരുന്നു, എങ്ങും പോയില്ല, അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇത് കേട്ടതായിട്ടുള്ള ജീവനക്കാരി ക്ഷമാപണമൊക്കെ ചെയ്തതിന് ശേഷം അകത്ത് പോയി പാഴ്സൽ എടുത്തുകൊണ്ട് വന്നു. ആ പാഴ്സലെ കൈ കിട്ടിയപ്പോൾ
ഈ കോപം നിറഞ്ഞതായുള്ള മുഖമൊക്കെ അങ്ങ് മാറി വളരെ ഡിലൈറ്റ്ഫുള്ളായി. അപ്പോൾ ചോദിച്ചു, എന്താണ് ഇതിനകത്ത്? അവർ പറഞ്ഞു, ഞങ്ങളിത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് എൻ്റെ ഭർത്താവിനുള്ള പുതിയ ഹിയറിംഗ് എയ്ഡാണ്. അദ്ദേഹം എങ്ങും പോയില്ല, വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഇത് കേട്ടതായുള്ള ജീവനക്കാരി അല്പനേരം ചിരിച്ചതിന് ശേഷം പറഞ്ഞു, സാരമില്ല, ശാന്തമായി പൊയ്ക്കോളൂ. ഇനി ആരെങ്കിലും വന്ന് ബെല്ലടിച്ചാൽ നിങ്ങളുടെ ഭർത്താവ് ഈ സംവിധാനം കൊണ്ട് കേൾക്കും. നമ്മൾ പലപ്പോഴും ദൈവത്തോട് കോപിക്കാറുണ്ട്. എൻ്റെ പ്രാർത്ഥന എന്താണ് ദൈവം കേൾക്കാത്തത്? അതുകൊണ്ട് തന്നെ നാം നമ്മോട് ചോദിക്കേണ്ടതായിട്ടുണ്ട്, എന്താണ് പ്രാർത്ഥനയുടെ അർത്ഥം? Praying according to the will of God is prayer. ദൈവ ഇഷ്ടം എൻ്റെ ആരാഞ്ഞറിഞ്ഞ് പ്രാർത്ഥിക്കുന്നതിനായിട്ട് സാധിക്കണം. ഞാൻ ചന്തയിൽ പോകുമ്പോൾ പ്രയാസമൊന്നും ഉണ്ടാകരുതെന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. ദൈവമേ, നിൻ്റെ ഇഷ്ടം എന്താണ്, അത് എൻ്റെ ജീവിതത്തിൽ നിറവേറുന്നതിനായി എന്നെ സമർപ്പിക്കുന്നു എന്നതായിരിക്കണം പ്രാർത്ഥന. എൻ്റെ ദൈവത്തിൻ്റെ ഹൃദയ വിചാരത്തെ ഒപ്പിയെടുക്കുവാനായിട്ട് കഴിയുന്ന ഒരാൾക്ക് മാത്രമേ ശരിയായിട്ട് പ്രാർത്ഥിക്കുവാൻ കഴിയുകയുള്ളൂ. ദൈവം നമ്മെ എല്ലാം കേൾക്കുന്നതായുള്ളൊരു ദൈവമാണ്. എന്താ കാരണം? ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ഉദ്ദേശം നമ്മുടെ ജീവിതത്തിൽ നിറവേറുന്നതിനുമായിട്ടാണ്. അതുകൊണ്ട് നമ്മളെ കാണുന്നുണ്ട്, നമ്മളെ കേൾക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകം നാം വായിക്കുമ്പോൾ അവിടെ മോശയെ വിളിക്കുന്നതായ ദൈവം പറയുന്നു, ഞാൻ എൻ്റെ ജനത്തിൻ്റെ കഷ്ടത കണ്ടിരിക്കുന്നു, അവരുടെ കരച്ചിൽ കേട്ടിരിക്കുന്നു. നമ്മുടെ എല്ലാ യാചനകളെയും കേൾക്കുന്നതായുള്ളൊരു ദൈവമാണ് നമുക്കുള്ളത്. എന്നാൽ ദൈവം ആണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മൾ കാണുന്നതിനപ്പുറമായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോരോ സ്റ്റേജസിനെ എല്ലാം കാണാനായിട്ട് ദൈവത്തിന് കഴിയുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ നന്മയ്ക്കായിട്ടുള്ളത് മാത്രമേ ദൈവം നമുക്ക് നൽകുകയുള്ളൂ. നന്മയ്ക്കായിട്ടുള്ളത് മാത്രമേ ദൈവം നമുക്ക് നൽകുകയുള്ളൂ. പലപ്പോഴും അതുകൊണ്ട് ദൈവത്തിൻ്റെ സൈലൻസ് മനസ്സിലാക്കാൻ നമുക്ക് പ്രയാസമുണ്ട്. ദൈവത്തിൻ്റെ സൈലൻസും ഡിലേയും എല്ലാം നമ്മളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, നമ്മെ രൂപാന്തരപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്, നമ്മെ ട്രാൻസ്ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ദൈവത്തിന് അനുരൂപരായിട്ട് ജീവിക്കുവാൻ്റെ കോണം ദൈവം നമ്മോട് സംസാരിക്കുന്നതായിട്ടുള്ള അവസരമാണ്. സോ ഇൻ ദ സ്റ്റിൽനെസ് ഓഫ് ദ വോയിസ്, ഒന്നും കേൾക്കാനില്ല എന്ന് പറയുന്നതായിട്ടുള്ള ആ അവസരത്തിലും ദൈവശബ്ദം കേൾക്കുവാനായിട്ട് നാം കാതോർക്കണം. ഒരു പ്രാവശ്യം കേട്ടാൽ പോരെ. അങ്ങനെയുള്ള ധാരാളം ആളുകളുണ്ട് ഇവിടെ. ദൈവം എന്നോട് സംസാരിച്ചു, ദൈവം എന്നോട് പറഞ്ഞു, ദൈവം എന്നെ നടത്തി, ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ പറയുന്നതായുള്ള ആളുകളുണ്ട്. നല്ലത് തന്നെ. എന്നാൽ ദിവസവും ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വീണ്ടും വീണ്ടും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഓരോ ദിവസവും പുതുതായിട്ട് ദൈവത്തോട് സംസാരിക്കാൻ കഴിയണം. ദൈവം നമ്മോട് സംസാരിക്കുന്നത് കേൾക്കുകയും വേണം. എൻ്റെയും നിങ്ങളുടെയൊക്കെ സ്വഭാവം നമുക്ക് പ്രാർത്ഥന തുടങ്ങി അവസാനിക്കുമ്പോൾ ഉടനെ ആമയും പറഞ്ഞില്ലെങ്കിൽ വലിയ വിഷമമാണ്. ശാന്തമായിട്ട് ദൈവസന്നിധിയിൽ ദൈവശബ്ദം കേൾക്കാൻ കഴിയുമോ? എപ്പോഴാണ് കേൾക്കുന്നത്? ഇവിടെ രണ്ട് ആളുകൾ, എലിസബത്തും മറിയയും, രണ്ടുപേരും ദൈവത്തിൻ്റെ ആഗ്രഹം ജീവിതത്തിൽ പൂർണ്ണമായിട്ടും നിറവേറുന്നതിനെ സമർപ്പിച്ചതായുള്ള വ്യക്തികളാണ്. അതുകൊണ്ട് എലിസബത്തിനടുത്ത് മറിയ വരുന്നതായിട്ടുള്ള അവസരത്തിൽ അവർ തമ്മിൽ സംസാരിക്കുകയാണ്.
ഓർക്കണം, എലിസബത്തിനാണ് പ്രായം കൂടുതൽ, മറിയയ്ക്ക് പ്രായം കുറവാണ്. ഓർക്കണം, എലിസബത്തിന് 6 മാസം ഗർഭമുണ്ട്, ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്നാൽ എലിസബത്ത് മറിയെ വന്ദിക്കുകയാണ്. നീയാണ് ഭാഗ്യവതി. എന്നെ കേൾക്കുന്നതായുള്ള സ്ത്രീകൾ, നിങ്ങളുടെ കോൺവെർസേഷനൊക്കെ എങ്ങനെയൊക്കെ ഉള്ളതാണ് എന്നൊന്ന് പരിശോധിക്കുക നല്ലതാണ്. രണ്ടുപേരും തമ്മിൽ ചേർന്ന് വന്ന് സംസാരിക്കുന്നതായുള്ള അവസരത്തിൽ വാട്ട് ആർ ദ ടോപ്പിക്സ് ഓഫ് യുവർ കോൺവെർസേഷൻ? എപ്പോഴാണ് നമുക്ക് മറ്റൊരാളാണ് ഭാഗ്യമുള്ളത് എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്? ഇവിടെ മറിയയോട് എലിസബത്ത് പറയാണ്, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള വ്യക്തിയാണ്. സ്ത്രീകളിൽ എല്ലാവരിലും നീ അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള വ്യക്തിയാണ്. നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. That was the last word that she wanted to hear. തിരിച്ചു ചെന്നാൽ കല്ലെറിഞ്ഞ് കൊല്ലുവാനായിട്ട് മതിയായ എല്ലാ കാരണങ്ങളുമുണ്ട്. അങ്ങനെയുള്ളതായുള്ളൊരു വ്യക്തിയോടാണ് പറയുന്നത്, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എന്നിട്ട് പറയുന്നത്, എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുന്നതായുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്നുണ്ടായി? ഇതിൽ കൂടുതലായിട്ട് ഒരാളെക്കുറിച്ച് ഒരു ഗ്രേറ്റ്നെസ് പറയുന്നതിനായിട്ട് നമുക്ക് സാധിക്കുമോ? നീയാണ് ചോസൻ വൺ, നിനക്കാണ് അനുഗ്രഹങ്ങളൊക്കെ ലഭിച്ചിരിക്കുന്നത്. നീ എൻ്റെ അടുത്ത് വന്നതുകൊണ്ട് ഐ ആം മോർ ഹാപ്പി, ഐ ആം മോർ ബ്ലെസ്സഡ്. അതിനുശേഷമാണ് എലിസബത്ത് മറിയോട് പറയുന്നത്, കർത്താവെ നിന്നോട് കൽപ്പിച്ചൊക്കെയും നിന്നിൽ സംഭവിക്കും എന്ന് നീ വിശ്വസിച്ചവൾ ആണ്. Faith is the soil in which salvation's seed take root. ഈ 2 സ്ത്രീകൾ തമ്മിൽ വന്ദനം ചെല്ലുന്നതായുള്ള അവസരത്തിൽ എന്തിനാ മറിയ എലിസബത്തിൻ്റെ അടുത്ത് പോയത്? തൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുന്നതിനായിട്ടാണ്. ആൻഡ് ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളിതെല്ലാം വളരെ പ്രൈവറ്റായിട്ടും കോൺഫിഡൻഷ്യലായിട്ടും വെച്ചുകൊണ്ടിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. But in sharing the blessing of God, that is the very place where you are blessed. ഇന്ന് ഇടവക ദിനവും കൂടിയാണ്. ഇടവക ദിനത്തിൻ്റെ സമ്മേളനത്തിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത് നമ്മളുടെ കൂട്ടായ്മയുടെ ബന്ധത്തെക്കുറിച്ചാണ്. ഞാൻ വന്നപ്പോൾ അവിടെ ഡെസ്കൊക്കെ ഇട്ടേക്കുന്നത് കണ്ട് ഞാൻ അച്ഛനോട് ചോദിച്ചു, എന്തിനാണ് ഈ ഡെസ്കൊക്കെ ഇട്ടേക്കുന്നത്? ചായ കൊടുക്കാനായിട്ടാണ്, കാപ്പി കൊടുക്കാനായിട്ടാണ്. നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷം പോകണമെന്നല്ല ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഇവിടെ നിൽക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എൻ്റെ അർത്ഥം, നിങ്ങൾ അന്യോന്യം സംസാരിക്കണം, അന്യോന്യം മനസ്സിലാക്കണം, അന്യോന്യമുള്ള സന്തോഷം കൂട്ടായ്മയും അനുഭവിക്കുന്നതിനായിട്ടിടയാകണം. And therefore, what is the church? Church is a place where faith is affirmed, hope is nurtured, and God's promises are celebrated together. ഇന്ന് ഇവിടെ ഫസ്റ്റ് കമ്മ്യൂണിക്കൻസ് ഉണ്ട്. അവരോടുകൂടെയാണ് ഞാനിത് പറയുന്നത്. വാട്ട് ഈസ് ചർച്ച്? ചർച്ച് ഈസ് എ പ്ലേസ് വെയർ ഫെയ്ത്ത് ഈസ് അഫേംഡ്, hope is nurtured, and God's promises are celebrated together. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നതിനായിട്ട് പോവുകയാണ്. ഒരു എക്സോർട്ടേഷൻ ഫസ്റ്റ് കമ്മ്യൂണിക്കൻസിനോട് തന്നതിന് ശേഷം, ഇന്നലെ DSMCയുടെ ആഭിമുഖ്യത്തിൽ പുൽക്കൂട്ടിൽ പൂക്കാലം എന്നുള്ള പ്രോഗ്രാം നടക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെയർമാനായിരിക്കുന്ന നമ്മുടെ ഇവാനിയോസ് തിരുമേനി പറഞ്ഞു, ഫെയ്ത്ത് ഇസ് എ ജേർണി ഫ്രം ബേത്ലഹേം ടു കാൽവറി and even to Olive Mountains.
യേശു ക്രിസ്തുവിനോട് ഒന്നിച്ചുള്ള യാത്രയാണ്. When you are privileged to become the communicant members of the whole church, remember that you are entering into a fellowship with Christ, the Lord of the church. Christ, the Lord of the church. And therefore your faith journey or life journey is very important. It is a journey from Bethlehem to Calvary or Olive Mountains. ഈ ഓരോക്കെ ഞാൻ പറഞ്ഞെന്തിനാ? കാൽവറിയിലാണ് ക്രൂശിതനായത്, ഒലിവ് മൗണ്ടൻസിലാണ് ട്രാൻസെൻഡ് ചെയ്തത്, സ്വർഗാരോഹണം ചെയ്തത്. അതുകൊണ്ടാണ് പറഞ്ഞത്. എന്നിട്ട് അതിനുശേഷം ദൂത് നൽകിയതായിട്ടുള്ള തിരുമേനി പറഞ്ഞു, ദൈവം നിങ്ങൾ സമർപ്പിതരാകുമ്പോൾ നിങ്ങളെ നന്നായിട്ട് പൊടിക്കും, നന്നായിട്ട് കുഴയ്ക്കും, നന്നായിട്ട് പരുവമാക്കും. ദൈവത്തിൻ്റെ അഗ്നിച്ചുളയിൽ നിങ്ങളെ ചൂടാക്കി നല്ല അപ്പമാക്കി തീർക്കും. ഇന്ന് വിശുദ്ധ കുർബാനയിൽ ഈ അപ്പത്തിൻ്റെ ഒരംശമാണ് നിങ്ങൾ കഴിക്കുവാനായിട്ട് പോകുന്നത്. ഈ അപ്പം എങ്ങനെയാണ് ഉണ്ടായത്? ഈ പറഞ്ഞതായുള്ള പ്രോസസ്സിൽ കൂടിയാണ്. So it's very symbolic that you surrender yourself, dedicate yourself or commit yourself into the hands of God, where God will powder you. നിങ്ങളെ നന്നായിട്ട് കുഴച്ച് പരുവമാക്കും, തീയിൽ ചുട്ട് അപ്പമായിട്ടെടുക്കും. ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്ന് പറഞ്ഞതായുള്ള കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കണമെന്നാണ് നിങ്ങളുടെ പേരൻസും ഗോഡ് പേരൻസും എല്ലാം ഇന്ന് പ്രാർത്ഥിച്ചിട്ടുള്ളത്. എനിക്കതിനെക്കുറിച്ച് സംശയമൊന്നുമില്ല. That's exactly what they should pray. എന്നാൽ നിങ്ങൾ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ദൈവത്തിന് ഇഷ്ടമുള്ളതുപോലെ നിങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നതിനായി, ട്രാൻസ്ഫോം ചെയ്യുന്നതിനായി, ജീവിതത്തെ വിനിയോഗിക്കുന്നതിനായി എല്ലാം നിങ്ങൾക്ക് സന്തോഷമാണ്, സംതൃപ്തിയാണ് എന്നാണ് എൻ്റെ അർത്ഥം. Are you ready for that? ചില പള്ളികളിലൊക്കെ ഫസ്റ്റ് കമ്മ്യൂണിക്കൻസിനോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്, പഠിപ്പിച്ചതൊക്കെ ഓർക്കുന്നുണ്ടോ എന്ന് അറിയാനായിട്ട്. ഞാനതൊന്നും ചെയ്യുന്നില്ല. എന്നാൽ ഇപ്പോൾ പറഞ്ഞത് നിങ്ങൾ ഓർക്കണം, that God will powder you, He will transform you, and He will make you the bread of life. For whom? Not for you, for others. For others. So your life is for other people. Your life is for other people. Are you ready to live this life? കമ്മ്യൂണിക്കൻ മെമ്പേഴ്സായിട്ട് തീരുക എന്ന് പറഞ്ഞാൽ വെറുതെ പള്ളിയിൽ വന്നിട്ട് പോവുക എന്നുള്ള അർത്ഥത്തിൽ. ടേക്ക് ഇറ്റ് സീരിയസ്ലി. ദിസ് ഈസ് യുവർ ഡേ. And tell to the Lord, Lord of the church, that I commit myself so that you will transform me and you will use me for the blessing of so many people in this world, in this era. ദൈവമേ, നിന്റെ അനുഗ്രഹം അനുഭവിപ്പാൻ, നിന്നിൽ വിശ്വസിപ്പാൻ, നിന്നിൽ നിന്ന് അനുഗ്രഹത്തെ സ്വീകരിപ്പാൻ ഞങ്ങളെല്ലാം യോഗ്യതയുള്ളവരാക്കി തീർക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്കായി തറള വണക്കാം. ദൈവമായ കർത്താവേ, മറിയ എലിസബത്തിനടുത്തേക്ക് പോയതും അവളുടെ ഗർഭഫലം അനുഗ്രഹിക്കപ്പെട്ടത് എന്നത് എലിസബത്തിൽ നിന്ന് കേൾക്കുന്നതിന് ഇടയായി തീർന്നതൊക്കെ ഞങ്ങൾ ധ്യാനിക്കുകയുണ്ടായല്ലോ. ദൈവഹിതം ജീവിതത്തിൽ നിറവേറുന്നതാകുന്നു ഭാഗ്യാവസ്ഥ എന്നത് മനസ്സിലാക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ.
ഇന്ന് ആദ്യമായിട്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീ അവരെ നിന്റെ കരങ്ങളിലെടുക്കുമ്പോൾ നിനക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ അവരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി ഈ ലോകത്തിന് അനുഗ്രഹപാത്രമായി തീരുവാൻ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവുമായുള്ള സംസർഗം, വിശുദ്ധ കുർബാനയിലുള്ള പങ്കാളിത്തം അതിന് കാരണമായി തീരുവാൻ ഇടയാക്കി തീർക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയയോടെ കേൾക്കണമേ.